നമസ്കാരം. എല്ലാ രാജ്യങ്ങളും വെനിസ്വലയെ പോലെയോ ഇറാഖിനെ പോലെയോ അല്ല എന്ന് ലോക പോലീസ് ചമയുന്ന അമേരിക്ക തിരിച്ചറിയുകയാണ്. അടുത്തിടെ വെനിസ്വലയിൽ അതിവേഗ സൈനിക നീക്കത്തിലൂടെ ആസ്തികൾ പിടിച്ചെടുത്ത അമേരിക്ക അതേ തന്ത്രം ഇറാനിലും പയറ്റാൻ ഒരുങ്ങുന്നുണ്ടോ? ജനുവരി 3-ന് പ്രധാന സംസ്ഥാന ആസ്തികൾ ലക്ഷ്യമിട്ട് വെനിസ്വലയിൽ സൈനിക നടപടി നടത്തിയപ്പോൾ അമേരിക്ക കരുതിയത് തങ്ങളുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടില്ല എന്നാണ്. ആഭ്യന്തര പ്രതിഷേധങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ ഇറാനെ വീഴ്ത്താമെന്ന് അമേരിക്കൻ യുദ്ധക്കോപ്പുകൾ സ്വപ്നം കാണുന്നുണ്ടാകാം. എന്നാൽ ഓരോ അമേരിക്കൻ നീക്കത്തിനും 10 ഇരട്ടി പ്രഹരം നൽകാൻ സജ്ജമായി നിൽക്കുകയാണ് നമ്മുടെ ഇറാൻ. വെനിസ്വലയെ പോലെ ഒരു ലളിതമായ ലക്ഷ്യമല്ല എന്ന് പെന്റഗന് യുദ്ധ വിദഗ്ധർക്കും നന്നായി അറിയാം. ആകാശത്തെ യുദ്ധവിമാനങ്ങൾ ചിറകടിക്കുമ്പോൾ ഭൂമിയിൽ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് വൻ ശക്തികളെ പോലും വിഴുങ്ങാൻ പോന്ന ചതിക്കുഴികളാണ്. ഇറാൻ എന്നത് സൈനികമായി ലോകത്തെ 14ാം ശക്തിയാണ്. മിസൈലുകളുടെ വൻ ശേഖരം, അത്യാധുനിക ഡ്രോണുകൾ, തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയാൽ സജ്ജമാണ് ഇറാന്റെ സായുധ സേന. 2025 ജൂൺ ഇസ്രയേലിൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിന് ശേഷം മുറിവേറ്റ സിംഹത്തെ പോലെ ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധത്തെ പാളികളായി പുനർനിർമ്മിച്ചു. റഷ്യയുടെ കരുത്തായ സംവിധാനങ്ങൾക്കൊപ്പം ചൈനയുടെ മിസൈലുകളും ഇറാന്റെ സ്വന്തം ബവാർ 373യും ചേർന്ന് ആകാശത്ത് ഒരു ഉരുക്കുമതിൽ തീർത്തിരിക്കുന്നു. ഇതിനു പുറമെ റഷ്യയും ഉത്തര കൊറിയയും നൽകുന്ന പരോക്ഷമായ പിന്തുണ അമേരിക്കയുടെ ഏതൊരു പെട്ടെന്നുള്ള ആക്രമണ മോഹത്തെയും തകർക്കാൻ പോകുന്നതാണ്. വെനിസ്വലയിലെ നിശ്ചലമായ പ്രതിരോധങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് ഇറാന്റെ പ്രതിരോധം. എന്തായാലും നിലവിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് ഒരു വിമാന വാഹിനി കപ്പൽ പോലുമില്ല. USS എബ്രഹാം ലിങ്കൺ അങ്ങോട്ട് നീങ്ങുന്നുണ്ട് എങ്കിലും ഖത്തറോ ബഹ്റൈനോ ഇറാഖോ ഇല്ലാതെ ഇറാനെതിരെ ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. അതേസമയം തങ്ങളുടെ താവളങ്ങൾ ഇറാന്റെ ആക്രമണത്തിന് ഇരയാകുമെന്ന ഭയന്ന ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ തടയുകയാണ്. ഇറാനെതിരെ ആക്രമണത്തിന് തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന് സൗദി പോലും വ്യക്തമാക്കി കഴിഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് മധ്യപൂർവ്വ ഏഷ്യയിലെ ഒരു ദീർഘകാല യുദ്ധത്തിന് ആവശ്യമായ സന്നാഹങ്ങൾ ഇല്ലാത്തത് ഇറാന് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. ദീർഘദൂര ബോംബറുകൾ ഉപയോഗിച്ച് നഗരങ്ങളിൽ ആക്രമണം നടത്തിയാൽ അത് സൃഷ്ടിക്കുന്ന നയതന്ത്ര പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. ഇറാൻ വിട്ടുകൊടുക്കില്ല. അവർ ചാടി വീണ് ശത്രുവിനെ ചാരമാക്കും വരെ പോരാടും. ഇറാന്റെ ഈ സംഹാര ശേഷിയെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ട്രംപ് ഇറാനെ കൈവയ്ക്കാത്തതും കൈവയ്ക്കാൻ മടിക്കുന്നതും പേടിക്കുന്നതും.